ഇതിൽ യേശുവിൻ്റെ ദൈവികതയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പകരം സംശയങ്ങളുള്ള, പ്രലോഭനങ്ങൾക്ക് എളുപ്പം വഴിപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിഷേധിക്കുന്ന ഒരു കലാസൃഷ്ടിയാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മോഹൻലാൽ നായകനായി ഇറങ്ങിയ ഒരു മലയാള സിനിമ എമ്പുരാൻ വലിയ വിവാദവും വാർത്തയുമായിരുന്നു. ആ സിനിമ ഉയർത്തിയ രാഷ്ട്രീയ വിവാദം ഇന്ത്യയിലെ സംഘപരിവാർ നടത്തിയ മുസ്ലിം വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടായിരുന്നു. രണ്ടാമത്തെ വിവാദം ക്രിസ്ത്യാനികൾ വിശുദ്ധമെന്ന് കരുതുന്ന സകല ചിഹ്നങ്ങളെയും ആ സിനിമയിലൂടെ അപഹസിക്കുന്നു എന്നുള്ളതായിരുന്നു. ലോകത്തിലെല്ലാ കാലത്തും ബൈബിളിനെയും ക്രിസ്തുവിനെയും ക്രിസ്തീയ മൂല്യങ്ങളെയും അവഹേളിക്കുവാനും ഇകഴ്ത്തി കാണിക്കുവാനും കലയെയും സാഹിത്യത്തെയും നിരന്തരമായി ഉപയോഗിക്കാറുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ആരെങ്കിലും പുസ്തകത്തിലോ നാടകത്തിലോ സിനിമയിലോ യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നത് കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിനോ അവൻ്റെ മഹത്വത്തിനോ ഒരു കോട്ടവും വരികയില്ലെന്നതിന് 2000 വർഷത്തെ ഉജ്ജ്വലമായ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. എന്നാലും ഇടയ്ക്കിടെ സാത്താൻ്റെ അച്ചാരം വാങ്ങിയ കുറേ മനുഷ്യർ ആ ദൗത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരം ഒരു വിചിത്രമായ വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു മതത്തെയോ പുണ്യപുരുഷനെയോ ഇത്തരത്തിൽ പരിഹസിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ലോകം പ്രതിഷേധം കൊണ്ട് കത്തി ജ്വലിച്ചേനെ. എന്നാൽ വിഷയം ക്രിസ്തുമതവും യേശു ക്രിസ്തുവും ഒക്കെ ആയതുകൊണ്ട് ലോകം അതിനെ വളരെ ലളിതമായി കലയെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഒക്കെ വിളിച്ച് മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എക്കാലത്തും വിവാദങ്ങൾ സൃഷ്ടിച്ച് സുപ്രസിദ്ധമായ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന മ്യൂസിക്കലിനെ കുറിച്ചാണ്. ഇപ്പോൾ അവർ വീണ്ടും അതിരുകൾ ലംഘിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വേർഷനിൽ യേശുവിൻ്റെ വേഷം ചെയ്യാൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കറുത്ത വംശജയും ലെസ്ബിയനുമായ സിന്ധിയ എറിവോ എന്ന നടിയെയാണ്. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇതിനെ പുരോഗമനപരം എന്നും വൈവിധ്യമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഒക്കെ വാഴ്ത്തുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ പരസ്യമായി അപമാനിക്കുക എന്നതിനപ്പുറം ഇതിന് മറ്റെന്ത് ലക്ഷ്യമാണുള്ളത്? ഈ മ്യൂസിക്കലിലുടനീളം യേശുവിനെ അപഹസിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് ഒരു ലെസ്ബിയനാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീയെ യേശുവിൻ്റെ വേഷം കെട്ടിക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ? ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നത് ആൻഡ്രൂ ലോയിഡ് വെബറിൻ്റെ സംഗീതവും ടിം റൈസിൻ്റെ വരികളുമുള്ള ഒരു പ്രശസ്തമായ റോക്ക് ഓപ്പറയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ആഴ്ചയിലെ സംഭവങ്ങളെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇസ്കരിയോത്യയുടെ കാഴ്ചപ്പാടിലൂടെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ഈ റോക്ക് ഓപ്പറ 1971 ബ്രോഡ്വേയിൽ ഒരു സ്റ്റേജ് ഷോയായാണ് ആദ്യം അരങ്ങേറുന്നത്. സംഭാഷണങ്ങളില്ലാതെ പാട്ടുകളിലൂടെ മാത്രമാണ് കഥ പറയുന്നത്. യേശു, ജൂദാസ്, മഗ്ദലന മറിയം, പീലാത്തോസ്, ഹെരോദേസ് തുടങ്ങിയവർ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഈ ഓപ്പറ യേശുവിൻ്റെ വ്യക്തിപരമായ മാനസിക സംഘർഷങ്ങളെയും യേശുവിനെ ഒരു രാഷ്ട്രീയ നേതാവായോ ദൈവമായോ കാണുന്ന കാര്യത്തിൽ തൻ്റെ അനുയായികൾക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെയും ഒക്കെയാണ് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. ജൂദാസിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ കഥ പറയുന്നതിനാൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അയാളെ പ്രേരിപ്പിച്ച കാരണങ്ങളൊക്കെ അതിൽ കൂടുതൽ മിഴിവോടെ ചിത്രീകരിക്കപ്പെടുന്നു. 1970കളിലെ റോക്ക്, ഗോസ്പൽ, ഫോക്ക്, ഫങ്ക് തുടങ്ങിയ സംഗീത ശൈലികളെല്ലാം കൂടെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു സംഗീത ശില്പമാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനകത്തെ പല പാട്ടുകളും വളരെ പ്രസിദ്ധമാണ്. സൂപ്പർ സ്റ്റാർ എന്നുള്ള പാട്ട്, ഐ ഡോണ്ട് നോ ഹൗ ടു ലവ് ഹിം, ഗത്സമനെ എന്നിവയൊക്കെ ഇതിൽ പ്രശസ്തമായ ഗാനങ്ങളാണ്.
ഈ റോക്ക് ഓപ്പറയെ ആസ്പദമാക്കി 1973 പിന്നീട് 2000 ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടാതെ പല രാജ്യങ്ങളിലും ഇത് സ്റ്റേജ് ഷോയായും നാടകവുമായും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ സമീപിക്കുന്ന ഈ സൃഷ്ടിക്ക് വലിയ ജനപ്രീതി ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വ്യാഖ്യാനങ്ങൾ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും തുടക്കം മുതൽ കാരണമായിട്ടുണ്ട്. ഇതിൽ യേശുവിന്റെ ദൈവികതയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പകരം സംശയങ്ങളുള്ള, പ്രലോഭനങ്ങൾക്ക് എളുപ്പം വഴിപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിഷേധിക്കുന്ന ഒരു കലാസൃഷ്ടിയാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കും. 1971 ബ്രോഡ്വേയിൽ അരങ്ങേറിയപ്പോൾ തന്നെ വിവിധ ക്രൈസ്തവ ഗ്രൂപ്പുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി. കത്തോലിക്ക സഭയും ഇവാഞ്ചലിക്കൽ സമൂഹങ്ങളും ഇതിനെ നിശിതമായി വിമർശിച്ചു. യഹൂദ സമൂഹവും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വെറും ഒരു നാടകമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ പരിഹസിക്കാം, യേശുവിന്റെ കഥ മാറ്റി എഴുതാം, യേശുവിനെ ഒരു വിനോദോപാധിയായി തരം താഴ്ത്താം എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനം. ഇപ്പോഴിതാ പരസ്യമായി താൻ ലെസ്ബിയൻ ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന സിന്ധിയ എറിവോ എന്ന ഒരു സ്ത്രീയെ യേശുവിന്റെ വേഷം കെട്ടിച്ചിരിക്കുന്നു. ഇത് മനഃപൂർവ്വമുള്ള പ്രകോപനമല്ലെങ്കിൽ മറ്റെന്താണ്? പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പരിഹാസം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യേശുവിന്റെ വേഷം ചെയ്യുവാൻ മറ്റാരെയും അവർക്ക് ലഭിച്ചില്ല. സിന്ധിയ എറിവോ എന്ന ലെസ്ബിയൻ യുവതിയെ അവർ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നു. ഇതൊരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന അല്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഇത് അവരുടെ വംശത്തെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാ വംശങ്ങൾക്കും സംസ്കാരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം ഒരു മനഃപൂർവ്വമായുള്ള പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായി ശക്തമായി നിലകൊള്ളുന്ന ഒരു സ്ത്രീ, അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ, മാനസാന്തരത്തിലൂടെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിപ്പിച്ച അതേ യേശുവിനെ വേദപുസ്തക സത്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിത ശൈലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രവാചകൻ മുഹമ്മദിനെ പരിഹസിക്കുവാൻ ബ്രോഡ്വേ ഒരു കൊമേഡിയനെ കാസ്റ്റ് ചെയ്യുമോ? അദ്ദേഹത്തെ പുരോഗമനവാദി എന്നും ക്വിയർ എന്നും ഒരു മ്യൂസിക്കലിൽ കാണിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം തിരിച്ചടികളുടെയും നിയമ നടപടികളുടെയും ആക്രമണത്തിൻ്റെയും ഭയം അവരെ നിശബ്ദരാക്കി മാറ്റും. എന്നാൽ ദൈവപുത്രനായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് എന്തും പറയാം, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. സിന്ധിയ എറിവോ ചെയ്തിട്ടുള്ള മറ്റു വേഷങ്ങളെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അവരുടെ ഏറ്റവും പുതിയ വിക്കറ്റ് സിനിമകളിൽ ദുഷ്ടമന്ത്രവാദിനിയായ എൽഫാബയുടെ വേഷവും അവർ ചെയ്യുന്നുണ്ട്. ഇത് നിരുപദ്രവകാരിയായി തോന്നാമെങ്കിലും ഈ കഥ കുട്ടികളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ട് കലാപത്തെയും മന്ത്രവാദത്തെയും അധാർമികതയെയും ഒക്കെ നന്മയായി അവതരിപ്പിക്കുന്ന ഒന്നാണ്. ഈ കഥകളിൽ വില്ലനാണ് നായകൻ. തിന്മ നന്മയായും ഇരുട്ട് വെളിച്ചമായും ചിത്രീകരിക്കപ്പെടുന്നു. ഇത് ആത്മീയമായ ആശയക്കുഴപ്പങ്ങൾ പുതിയ തലമുറയിൽ സൃഷ്ടിക്കുവാൻ വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ വേഷം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒട്ടും യാദൃച്ഛികമല്ല, മറിച്ച് ഇത് ഒരേ സാംസ്കാരിക അജണ്ടയുടെ ഭാഗമാണ്. ധാർമ്മികതയെ അട്ടിമറിക്കുക, കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുക, ദൈവവചനത്തിന്റെ സത്യത്തെ പരിഹസിക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. എന്തുകൊണ്ടാണ് ക്രിസ്തുമതത്തെ മാത്രം ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നത്? ഹോളിവുഡിലെ ഏതെങ്കിലും കലാകാരന്മാർ പ്രവാചകൻ മുഹമ്മദിനെ പരിഹസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിന്ദു ദൈവങ്ങളെ ബ്രോഡ്വേയിൽ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബുദ്ധ നേതാക്കളെ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ തമാശയാ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ലോകത്തിന്, കലാകാരന്മാർക്ക് അതിൻ്റെ അതിരുകൾ നന്നായി അറിയാം. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് അതിരുകളില്ല, പരിധികളില്ല, എന്തും ചെയ്യാവുന്ന അവസ്ഥ. BBC ഒരിക്കൽ ക്രൂശിത രൂപത്തെ പരിഹസിക്കുന്ന സ്കെച്ച് കോമഡി സംപ്രേക്ഷണമായി ചെയ്തിരുന്നു.
നെറ്റ്ഫ്ലിക്സ് യേശുവിനെ സ്വർഗാനുരാഗിയായി ചിത്രീകരിക്കുന്ന നിരവധി ഉള്ളടക്കങ്ങൾ കാണിച്ചിട്ടുണ്ട്. മഡോണയെ പോലെയുള്ള കലാകാരികൾ ക്രൈസ്തവ ചിഹ്നങ്ങളെ മുഴുവൻ അവഹേളിക്കുന്നതും ലൈംഗികപരമായി അധിക്ഷേപകരമായി ഒക്കെ ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും അവരൊഴികഴിവായി പറയുന്നത് ഇതൊരു കല മാത്രമാണ്, നിങ്ങൾ എന്തിനാണ് വൈകാരികമായി പ്രതികരിക്കുന്നതെന്നാണ്. കലയെന്ന ഈ മറയ്ക്ക് പിന്നിൽ ഒരു ആത്മീയ അജണ്ടയുണ്ടെന്ന് മനസ്സിലാക്കുക. സമ്പൂർണ്ണ സത്യം അവകാശപ്പെടുവാൻ അർഹതപ്പെടുന്ന ഒരേ ഒരു വിശ്വാസത്തെ അനാദരിക്കുക, ഇകഴ്ത്തി കാണിക്കുക എന്ന ഗൂഢമായ പദ്ധതി ഇതിന്റെ പുറകിലുണ്ട്. ചിലർ ചോദിച്ചേക്കാം, ഇത് ഒരു നാടകം മാത്രമാണല്ലോ, എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലകൾ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതാണ്. ഇന്ന് വേദിയിൽ കാണിക്കുന്നത് നാളെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. നാടകങ്ങളും സിനിമയും സംഗീതവും സെക്യുലർ ലോകത്തിന്റെ വേദപുസ്തകങ്ങളാണെന്ന് തിരിച്ചറിയുക. ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ യേശു എന്ന ദൈവപുത്രനെ വികലമായി ചിത്രീകരിക്കുമ്പോൾ, അവരത് കാണുമ്പോൾ അവരുടെ ധാരണയും വികലമായി മാറുകയാണ്. വേദപുസ്തകം നമുക്ക് ശ്രദ്ധേയമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അന്ത്യനാളുകളിൽ ആളുകൾ സത്യത്തിൽ നിന്നകന്ന് മിഥ്യാബോധങ്ങളെ പിന്തുടരുമെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിനേക്കാൾ മികച്ച ഒരു ഉദാഹരണം അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനില്ല. വിനോദത്തിന്റെ വേഷമിട്ട ഒരു മിഥ്യാബോധം ആളുകളെ യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം. വിശ്വാസികളോടുള്ള ആഹ്വാനമായി ഞാൻ പറയട്ടെ, ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുക. നിങ്ങൾ മറ്റു മതങ്ങളെ പരിഹസിക്കുന്നില്ലെങ്കിൽ യേശുവിനെയും പരിഹസിക്കരുത് എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുക. സത്യദൈവത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. ഈ വിഷയം ഒരു വാർത്തയായി മാത്രം കടന്നു പോകുവാൻ അനുവദിക്കരുത്. യഥാർത്ഥ സത്യം എല്ലാവരുമായി പങ്കുവെക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ ഓർക്കുക. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതെന്നെയാണ് ആദ്യം വെറുത്തതെന്ന് ഓർക്കുക. നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ വെല്ലുവിളിയെ നമ്മൾ ധീരമായി നേരിടണം. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഹോളിവുഡും ലോകത്തിലെ എല്ലാ കലാകാരന്മാരും യേശുവിനെ അപകീർത്തിപ്പെടുത്തുവാനും യേശുവിൻ്റെ കഥ മാറ്റി എഴുതുവാനും ശ്രമിച്ചാലും യഥാർത്ഥ ക്രിസ്തു എപ്പോഴും അതിൻ്റെ എല്ലാം മുകളിൽ ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ആ യേശു ജീവനുള്ളവനും മാറ്റമില്ലാത്തവനും വീണ്ടും വരുന്നവനുമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന് പരിഹസിക്കാം, പക്ഷേ സത്യം എല്ലാ കാലവും സത്യമായി നിലനിൽക്കും.